ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു പോസ്റ്റ് കണ്ടതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഒരു ഒരു ഹിന്ദു പെണ്ണ്, മുസ്ലിം അല്ല, ഒരു ഹിന്ദു പെണ്ണ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ഇട്ടത് വേറൊരു മുസ്ലിം പെണ്ണിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. അത് മുസ്ലിമാണോ ഇനി വേറെ ജാതി മതം പറയല്ല, പക്ഷെ മുസ്ലിമാണോ സംശയം ഇട്ടിട്ടൊക്കെ. അപ്പോൾ ആ ആളുടെ വേഷവിധാനങ്ങളെ കുറിച്ചാണ് ഒരു പെണ്ണ്, ഹിന്ദു പെണ്ണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, സോഷ്യൽ മീഡിയക്ക് വരുമ്പോൾ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാന്യമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഇതൊക്കെ ആയപ്പോൾ നല്ല കാശൊക്കെ ആയപ്പോൾ അവിടെ ഇവിടെ കുറച്ച് തുണികൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന്, എന്നിട്ട് നടക്കുകയാണെന്ന്. പൈസ വന്നപ്പോൾ തുണിയുടെ അളവൊക്കെ കുറഞ്ഞെന്നാണ് കേട്ടോ അത് പറയണത്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ പെണ്ണ്. അപ്പോൾ അതെന്താ പറയണ വെച്ചെങ്കിൽ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണോ പണ്ട് ആൾക്കാർ മാറുമറക്കൽ സമരമൊക്കെ നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് അങ്ങനെ മാറുമറക്കൽ സമരമൊക്കെ നടത്തിയതെന്നാണ് കേട്ട ചോദ്യം. പണ്ട് താഴ്ന്ന ജാതി ആൾക്കാർക്കൊന്നും മാറിമറിച്ച് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതിനെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ മാറുമറക്കൽ സമരം നടത്തി, എന്നിട്ടൊരു വസ്ത്രം ഇട്ടിട്ട് ശരീരം മറച്ച് നടക്കാന്നുള്ള ഒരവസ്ഥ വരെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അന്നത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഇന്ന് ദുരുപയോഗം ചെയ്യാന്നുള്ളതാണെന്ന്. അപ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തുക എന്നാണ് കേട്ടോ പറയണത്. കാറ്റിൽ പറത്തിയിട്ട് ഇപ്പോൾ അവരവർക്ക് ഒരു നാണോ മാനോ ഇല്ല, നാട്ടുകാർ കാണും എന്നുള്ള ആ ഒരു ഇത് ഇല്ല. പിന്നെ കാട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ, അതായത് ഒരു വയസ്സിലോ അതല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പിന്നിക്കെട്ടിയോ അല്ലെങ്കിൽ അന്നത്തെ ചെറുപ്പത്തിലൊക്കെ ഇട്ട് നടന്ന പെറ്റിക്കോട്ടോ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ 30 വയസ്സ് 35 വയസ്സൊക്കെ ഒരു 10 വയസ്സിന് ഇങ്ങോട്ട് മേലോട്ടൊരു 35 40 50 ആയാലും വേണ്ടില്ല, അവരൊക്കെ ആ പെറ്റിക്കോട്ട് ഇട്ടിട്ടാണ് നടക്കണമെന്ന് കേട്ടോ പറയണത്. അപ്പം ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ഒരു മാറുമറക്കൽ സമരമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആരും പറഞ്ഞിട്ടല്ലല്ലോ അങ്ങനെ നടക്കുന്നത്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നൊക്കെയാണ് ആ ചേച്ചി പറയുന്നത്. ആ ചേച്ചിയല്ല, എൻ്റെ അത്ര ഒന്നും പ്രായമില്ല ഇനി അത് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ആരും പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ നടക്കണത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊന്നല്ല ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചിട്ട് നടക്കണത്, അല്ലെങ്കിൽ വസ്ത്രം ഇടാതെ നടക്കണത്, ഷെഡിട്ടിട്ടും ബോഡിറ്റിട്ടൊക്കെ നടക്കണത്, പിന്നെ ട്രൗസർ ഇട്ടിട്ടും ഒക്കെ നടക്കണത് ആരും പറഞ്ഞിട്ടല്ല, ആരും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല അങ്ങനെ നടക്കണത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു സമരത്തിൻ്റെ ആവശ്യമൊന്നും ഇനി ഉണ്ടാവില്ല വിചാരിക്കണം. മാന്യമായിട്ട് ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കണം എന്ന് തോന്നി ആർക്കതോണോ തോന്നണത് അന്ന് അവർക്ക് കൊടുത്ത് നടക്കാം. അപ്പം അന്ന് ആരും അത് പിന്നെ പിച്ചി മാന്തിയിട്ട് ദൂരെ കളയാൻ വരുമൊന്നുമില്ല. കാരണം അന്നത്തെ ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടുക്കാം, ആവശ്യമില്ലെങ്കിൽ ഉടുക്കാതിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഉടുത്തിട്ട് വേണമെങ്കിൽ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം, ഉടുക്കാണ്ട് നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം. ആരും ചോദിക്കാൻ പറയൊന്നുമില്ല എന്നാണ് കേട്ടോ പിന്നെ പറയണത്. ആരും ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ മാറുമറക്കൽ സമരമൊന്നും ഇനി ഉണ്ടാവാൻ പോണില്ല. അത് തന്നെ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലല്ലോ അങ്ങനെയൊക്കെ നടക്കണത് അല്ലേ. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറയണത് എന്താണെന്ന് പറയുക, ഞാൻ പറഞ്ഞിട്ടെ, ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, പെണ്ണുങ്ങൾ തന്നെയല്ല ഇപ്പോൾ ഈ അല്പവസ്ത്രം ധരിച്ചിട്ട് നടക്കണത്. അപ്പം മുകളിലുള്ള ആൾക്കാർ ഈ പുതിയ തലമുറേനെ നേർവഴിക്ക് നയിക്കേണ്ട ആൾക്കാർ തന്നെ ഇങ്ങനെ ഈ 50 വയസ്സ് 55 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ
അവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടാവുന്ന എല്ലാവർക്കും. ചിലർക്കൊക്കെ നല്ല എന്താ തറവാട്ടിൽ ജനിച്ചാൽ സൗന്ദര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ സൗന്ദര്യം തറവാട്ടിൽ ജനിച്ചത് കൊണ്ടുള്ള സൗന്ദര്യം അല്ലല്ലോ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. എന്താ പറയുക, അത് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സൗന്ദര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സൗന്ദര്യം തറവാട്ട് മഹിമ കൊണ്ട് കിട്ടിയതെന്ന് തന്നെ പറയാം. ആ സൗന്ദര്യം 10 ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 50 വയസ്സ് 45 വയസ്സിന് 55 വയസ്സിനൊക്കെ ഇടയിലുള്ള പ്രായമുള്ള ആൾക്കാർ, പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക നൂല് പോലെയുള്ള ഒരു വള്ളിയും വെച്ചിട്ട്, എനിക്ക് തോന്നുന്നത് ബ്രേസ്ലെയറിൻ്റെ വള്ളിയാണെന്നാണ്. പിന്നെ ഇവിടെ നിന്നൊരു സംഭവമാണ് അലാസ്റ്റിക്കുള്ള, അത് ഈ ബ്രേസ്ലെയറിൻ്റെ വള്ളിമ പിടിപ്പിച്ചൊക്കെ തോന്നുന്നു. അവിടെ നിൽക്കണ്ടേ, ഈ വള്ളിമ പിടിപ്പിച്ചേക്കാൻ തോന്നുന്നു. എന്നിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വേറെ എന്തോ വലിയ സംഭവമാണ് ഞാൻ ചെയ്തേക്കണം എന്നുള്ള ആ ഒരു ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ആ മുഖത്തൊരു നമുക്ക് നമ്മൾ ആണുങ്ങൾ അല്ല മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ലജ്ജ മുഖത്തുണ്ടാവില്ല, അത് അവരുടെ മുഖത്തുണ്ടാവില്ല. ഞാൻ എപ്പോഴും പകുതി വസ്ത്രം ധരിച്ചിട്ട് കാണുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലെവിടെയെങ്കിലും ഒരു ചെറിയ ചമ്മലുണ്ടെങ്കിൽ അത് മുഖത്ത് കാണും, പക്ഷെ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് വിഷയമേ അല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇത്രയും ആണുങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്നുള്ള ഒരു ചമ്മലോ നാണോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവരുടെ മുഖത്തത് കാണുകയില്ല. മനസ്സിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് കാണാത്തത്. ഒരു ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും നമ്മുടെ മുഖത്ത് കാണും അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ്, ഈ വകയൊക്കെ കണ്ടിട്ട് തന്നെയാണ് ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ ഒരു ഹിന്ദു ചേച്ചിയാണ്, ഒരു സ്ത്രീയാണ് അത് പറയുന്നത്, ആ വീഡിയോ ഇട്ടേക്കണത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങനത്തെ അവരിൽ പെട്ട ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഇട്ടിട്ട് നടക്കണം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഒരു തലേ തട്ടിട്ട് നടക്കണം. മുസ്ലിങ്ങളും പലരും പല രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ തലേ തട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടില്ല. പിന്നെ തലേ തട്ടിടാണ്ട് നടക്കുന്ന മുസ്ലിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കും. കൈയില്ലാത്തതും പെറ്റിക്കോട്ടും ബ്രേസിയറിൻ്റെ വള്ളി പോലത്തെ ഒക്കെ ഇട്ട് നടക്കും. അപ്പോൾ കൂടുതൽ അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ആൾക്കാർക്ക് തന്നെ അവരങ്ങനെ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അപ്പം ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പഴയ ആൾക്കാർ കഷ്ടപ്പെട്ടത്, എന്തിനാണ് നമ്മുടെ തലമുറ നല്ല വസ്ത്രം ധരിച്ച് നല്ലപോലെ നടക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം മാറുമറക്കൽ സമരമൊക്കെ ചെയ്തവരിന്ന് ലജ്ജിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മാറുമറക്കൽ സമരമൊന്നും അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതല്ല, ഒരാൾ നിർബന്ധിച്ചിട്ടല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിക്കാം, എന്ത് വേണമെങ്കിലാവാം. അപ്പോൾ ഒക്കെ എന്താ പറയുക, ഈ കുഞ്ഞു കുട്ടികളിനെ വരെ നേർവഴിക്ക് നയിക്കേണ്ട ആൾക്കാർ ഇമാതിരി കോലം കെട്ടി നടക്കുമ്പോൾ ആ കുട്ടികളും വളർന്നു വരുന്ന മക്കളും അത് കാണുന്നതാണ്. അപ്പോൾ അവർക്കും അത് ഞാൻ പറയണ ഈ അവരുടെയൊക്കെ ഒരു 45 വയസ്സ് 55 വയസ്സിന് ഏജുള്ള ആൾക്കാർ, ആ ആൾക്കാരെ നല്ല പ്രായത്തിൽ, അതായത് ചെറുപ്പത്തിൽ ഒരു 10-20 ഇടയിൽ പ്രായമുള്ള ആ ഒരു സമയത്തൊന്നും ഈ അല്പവസ്ത്രം അങ്ങനെ ഇല്ല. ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ അങ്ങനെ നടക്കാൻ പറ്റണത്? അപ്പോൾ അപ്പം ഞാൻ പറയണത് നമുക്ക് ഒരു ലജ്ജയില്ലാതെ അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ചെറുപ്പത്തിലേ പിന്നെ ഈ അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ അവരൊക്കെ ഇനി എങ്ങനെ നടക്കും? അപ്പോൾ അവരുടെ ലജ്ജ ഇപ്പോഴേ മാറിയിട്ടാണ് വരുന്നത്. കുട്ടികൾ ലജ്ജ മാറിയിട്ടാണ് ഈ 10 അല്ല ഒരു 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഈ അല്പവസ്ത്രത്തിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് 45-55 ഒക്കെ ആയി കഴിഞ്ഞാൽ അവർക്കൊരു ലജ്ജ ഉണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ 45-നും 55-നും ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അല്പവസ്ത്രം എടുത്ത് നടക്കുന്നത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. അതായത് അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് ആ ലജ്ജ ചെറുപ്പത്തിലേ മാറി വന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനെ നടക്കാൻ പറ്റണമെന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം. പിന്നെ വെച്ചെങ്കിൽ മുഖത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആരെയും
ഇത്തിരി ആ പെണ്ണ് പറഞ്ഞ പോലെ അവിടെ അവിടെ ഒട്ടിച്ചിട്ട് വരുമ്പോഴും വന്ന ആൾക്കാരെ അങ്ങനെ ഫോണിലൊക്കെ നമ്മൾ കാണുമ്പോഴും ഞാൻ അവരെ മുഖത്ത് ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് വല്ല ലജ്ജ ഉണ്ടോ നാണക്കുണ്ട്. എത്രയൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിലാണ് ഈ അല്പവസ്ത്രവും ധരിച്ചിട്ട് നിൽക്കണത്. അപ്പോൾ അവരെന്നെ പറയണം, അവരുടെ കുറ്റം തന്നെ പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ പറയാൻ കാരണം തന്നെ അതാണ് ഉണ്ടായത്. അവർ തന്നെ പറയണം അവരുടെ ആൾക്കാരെ കുറ്റം അവരെന്നെ പറയണം. അപ്പോൾ അവർക്ക് തന്നെ, അവരിൽ ചിലർക്ക് തന്നെ തോന്നുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, ബൈ.